ഹേ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും യൂട്യൂബിൽ വന്ന് ചാടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളായി. ഇപ്പൊ ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ 1 ഇയർ എഗോ ആണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള മടിയൊക്കെ കാരണം ഞാൻ ഇങ്ങനെ, കാരണം യൂട്യൂബിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു, എന്നെ സംബന്ധിച്ച് എനിക്കതൊരു 2 ദിവസം 3 ദിവസത്തെ മെനക്കെട്ട പരിപാടിയാണ്. ഞാൻ അതിലും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ്. ഞാൻ എന്തോ എൻ്റെ ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ അങ്ങ് അതിലോട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആയി, അങ്ങനെ അങ്ങ് പോവുമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയ ചാനലാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ. പക്ഷെ എന്തോ എനിക്കത് എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല. ഞാൻ ഒട്ടും കൺസിസ്റ്റന്റ് ആവുന്നില്ല, വീഡിയോ എടുക്കാനായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഓരോ പ്രാവശ്യം പുതിയ ഐഡിയാസ് ഒക്കെ വരുമ്പോൾ ഓക്കെ ഇന്ന കണ്ടന്റ് ഒക്കെ ഫോളോ ചെയ്ത് കൊണ്ടുപോകണമെന്നൊക്കെ ആലോചിക്കും. പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ എനിക്ക് ആവശ്യത്തിന് ടൈം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ചാനൽ അവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് എപ്പോഴേലും അതൊന്ന് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാന്ന്. ഇപ്പൊ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് എഡിറ്റ് ചെയ്തിടുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എൻ്റെ ഒരു മൂഡിന് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. ഓക്കെ, ഇന്ന് എനിക്ക് ഒരു 2 ദിവസം ലീവ് ഉള്ള ദിവസമാണ്. അതിൽ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ 12 മണിയായി. 11:30 ആയപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ, ഒരു പീരീഡ് എന്ന് പറയുന്നത് എനിക്ക് ഉറക്കം എനിക്ക് ശരിയാവുന്നില്ല. കാരണം എൻ്റെ ഒരു ഡ്യൂട്ടി പാറ്റേൺ എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള ഡേ ഷിഫ്റ്റുകൾ എൻ്റെ ഉറക്കം തീരെ ശരിയാവുന്നില്ല. ഞാൻ ഒരുപാട് ലേറ്റ് നൈറ്റാണ് ഉറങ്ങുന്നത്, എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ 11:30, അങ്ങനെ ഒരു ഹാഫ് ഡേ പോയി. സോ അപ്പൊ ഇന്ന് ഒരു ഷോപ്പിംഗ് ഡേ ആണ്. എനിക്ക് വെക്കേഷൻ വരാൻ പോകുന്ന ഒരു 3 ആഴ്ച വെക്കേഷനാണ്. അപ്പോൾ നാട്ടിൽ പോകാൻ ഉള്ളൊരു പ്ലാനാണ്. അപ്പൊ അതിന് വേണ്ടി കുറച്ച് പർച്ചേസിങ്ങിന് പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഈ സമയമായി. ഇപ്പൊ ഇവിടെ ജർമ്മനിയിൽ നമുക്ക് ഏകദേശം സമ്മറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഡേ ലൈറ്റ് ആണ്. ഇപ്പൊ 4 മണി ആയിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ കുറച്ച് ഇങ്ങനെ ഡിലേ ആക്കി വെച്ചോണ്ട് വരുന്നത്. കാരണം നല്ല വെയിലാണ് പുറത്ത്. അപ്പൊ അതൊന്ന് കുറയാൻ വേണ്ടിയും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. ഇപ്പൊ സമയം 4 മണി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് പതിയെ റെഡി ആയിട്ട് പോകാമെന്ന്. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. വലിയ ഗ്രാൻഡ് പർച്ചേസിംഗ് ഒന്നും ഇല്ല. കാരണം വീട്ടിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യമായിട്ടുള്ളത് അതേ ഉള്ളൂ. പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കൂടുതൽ ഓൺലൈനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഡ്രസ്സസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഗൈസ്, ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ വിന്റർ എല്ലാവരെയും നല്ലോണം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കാണുന്ന ആൾക്കാരും സിക്ക്, ഞാൻ നല്ലോണം സിക്കായിട്ടുണ്ട്. സിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എനിക്കൊരു 1.5 മാസമായിട്ടാണ് നല്ലി ഈ ഒരു മൂക്കടപ്പ്. എന്ത് ചെയ്തിട്ടും ഇതൊന്നും മാറുന്നില്ല. ഒരു രക്ഷയില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് ഇന്നിപ്പോ വെയിലാണ് എന്ന് പ്രോപ്പർ സമ്മർ ആയി എന്ന് പറയാൻ പറ്റത്തില്ല. സ്പ്രിങ് ഇങ്ങനെ കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം നല്ല ചൂടാണെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ കുറച്ചൊരു ലൈറ്റ് തണുപ്പ് വരാം. അങ്ങനെ ഈ ഫ്ലക്ച്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻ്റെ ബോഡി ഇപ്പോഴും ചെറിയൊരു തണുപ്പിനോട് അങ്ങോട്ടും അഡ്ജസ്റ്റ് ആവുന്നില്ല. ഞാൻ ഭയങ്കര ഒരു സെൻസിറ്റീവാണ് തണുപ്പിനോട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്ന് തോന്നുന്നു എനിക്ക് വിട്ടുമാറാതെ ഇങ്ങനെ ഈ ഒരു മൂക്കടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഈ വർഷത്തെ ഒരു ടെമ്പറേച്ചർ അങ്ങോട്ട് ആർക്കും തന്നെ ഒരു വലിയ ഗംഭീരമായിട്ടില്ല. പിന്നെ അതുപോലെ ഒരു ഇത് തോന്നിയത് എനിക്ക് ഭയങ്കര ഒരു ടയർഡ്നെസ്. വെള്ളം കൂടി വളരെ കുറവാണ് ലാസ്റ്റ് 2-3 ദിവസം. പൊതുവേ അതെ, ഭയങ്കര കുറവാണ്. നമുക്ക് ഡ്യൂട്ടിക്കിടയിലായാലും ഞാനൊരു ബോട്ടിൽ ഹോസ്പിറ്റലിൽ ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വെള്ളം നിറച്ചു വെക്കുന്നല്ലാതെ ഞാനത് കുടിക്കുന്നതായിട്ടില്ല. ഇന്നലെ ഒരു 2-3 ദിവസങ്ങളായിട്ട് എനിക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ. മെയിൻലി ഞാൻ നല്ല ഒരു വാം വാട്ടറാണ് കുടിക്കാറ്. തണുത്തോളം എനിക്ക് തീരെ കുടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഈ വെള്ളം ചൂടായിട്ട് ഇരുന്നില്ലെങ്കിൽ ഞാൻ വെള്ളം കുടിക്കില്ല, അതാണ് കാര്യം. അപ്പൊ ഇപ്പൊ ഞാൻ വെള്ളം കെറ്റലിലൊക്കെ ചൂടാക്കി ഒരു ലൈറ്റ് വാം വാട്ടർ നിറച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം വെള്ളം നല്ലോണം കുടിക്കണം. കാരണം അതെന്റെ സ്കിന്നിലും ബോഡിയിലും ഒക്കെ നല്ലോണം അറിയാനായിട്ടുണ്ട്. കാരണം സ്കിൻ്റെ ഒക്കെ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. ഞാനൊരു 12 മണി 12:30 ആയപ്പോഴാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന കഴിച്ചിട്ടുള്ളത്. അപ്പം എനിക്കതുകൊണ്ട് വിശക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു സപ്ലിമെന്റ്സ് കഴിക്കാനുണ്ട്. ഇതും ഞാൻ പ്രോപ്പറായിട്ടൊന്നും കഴിക്കുന്നില്ല, എല്ലാം സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ സപ്ലിമെന്റ്സ് ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് എൻ്റെ കൊളാജൻ ഉണ്ട്, ബയോട്ടിൻ ഉണ്ട്, അതുപോലെ വിറ്റമിൻ ഡി. ഇത് ഞാൻ ഡെയിലി കഴിക്കാറില്ല കേട്ടോ. വിറ്റമിൻ ഡി എല്ലാ വീക്കിലി വൺസ് ആണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് റെഡിയാവാം.
ഞാനപ്പോൾ കൺസീൽ ചെയ്തു. ഞാൻ ഫുൾ മേക്കപ്പ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം സമയമില്ല ഓൾറെഡി. കാരണം ഇവിടെ 7 മണിയാകുമ്പോഴത്തേക്കും ഷോപ്സ് ഒക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവണം. ഞാൻ പുറത്ത് പോകുമ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ, ഡിയോറിൻ്റെ ഫോറെവർ സ്കിൻ ഗ്ലോ. ഇത് കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, വർക്കിനൊക്കെ പോകുമ്പോൾ ഞാൻ ലൈറ്റ് ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്ലോയി സ്കിന്നാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഹെവി മേക്കപ്പ് ഒരു ലുക്കും കൂടെ തരും. അപ്പോൾ എനിക്ക് വർക്കിന് പോകുമ്പോൾ അത്രയും ആവശ്യമില്ല. ഞാൻ ലൈറ്റ് ഒരു സിറം പ്ലസ് ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനങ്ങനെ ഒരുപാട് ഫൗണ്ടേഷൻസ് വാങ്ങി വെച്ച് അങ്ങനെ ട്രൈ ചെയ്യുന്ന ആളല്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ ഫൗണ്ടേഷൻസ് നമുക്ക് ഓരോ ഫൗണ്ടേഷന് എക്സ്പയറി ഉണ്ടല്ലോ. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഏകദേശം ഒരു 1 ഇയർ അല്ലെ അതിലും കൂടുതലൊക്കെ എൻ്റെ കാര്യം പോകും. അപ്പം പിന്നെ വെറുതെ വാങ്ങിച്ച് വെച്ച് വേസ്റ്റ് ഓഫ് മണിയാണ്. കാരണം വാങ്ങുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ഫൗണ്ടേഷൻസ് ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഉപയോഗിച്ചത് ഒരു ലൗറ മെർസിയറിൻ്റെ ആണ്. അതെനിക്ക് അടിപൊളി ഫൗണ്ടേഷൻ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം അത് തന്നെ വാങ്ങണം, അത് വേറെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇപ്പോഴും ഒരേ ബ്രാൻഡിൻ്റെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ പലത് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം കറൻ്റ്ലി ഉപയോഗിക്കുന്നത് ഈ ഡിയോറിൻ്റെ ആണ്. അയ്യോ, ഇതും അടിപൊളിയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ ട്രൈ ചെയ്യാം. ഇതുപോലെ തന്നെ ഇത്ര ഈ മിച്ചമുള്ള ഞാൻ എൻ്റെ കഴുത്തിൽ തേക്കാൻ വേണ്ടിയാട്ടോ കേട്ടോ. എനിക്കറിയില്ല ഗൈസ്, ഒരുപാട് ലൈറ്റ് അടിച്ചിട്ട് എനിക്ക് ശരിക്കും ഡിസ്പ്ലേ കാണാനായിട്ട് പറ്റുന്നില്ല. ഇതിപ്പം എങ്ങനെ ഇരിക്കും അവസാനം വീഡിയോ എടുത്ത് കഴിയുമ്പോഴൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ ഈ കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ സെറ്റിംഗ് പൗഡർ വെച്ചൊന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. കാരണം ഈ കൺസീലർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ക്രീമി ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി. ബാക്കി ഭാഗം എനിക്ക് കുറച്ചിങ്ങനെ സ്കിന്നി ഓയിലി ആയിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല, എനിക്കതാ ഇഷ്ടം. പക്ഷെ കണ്ണിൻ്റെ ഇത്രയും ഭാഗം ഞാനൊന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ ഐ മേക്കപ്പ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് ബ്ലഷും ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ഞാനൊരു പുതിയ ബ്ലഷ് വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പഴയ ബ്ലഷിനെ ഞാൻ മറന്നേ പോയി. ഇത് ഷാർലറ്റ് ടിൽബറിയുടെ ഒരു ബ്ലഷ് ആട്ടോ, ബ്ലഷ് പ്ലസ് ബ്രോൺസർ എന്ന് പറയാം. ഭയങ്കര അടിപൊളിയാണ് ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചെടുത്താൽ മതി, ഭയങ്കര ഇത് കൂടിപ്പോയോ. എനിക്കൊന്നാമത് ഈ ഫോണിൽ നോക്കി സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കാണുന്നില്ല കറക്റ്റ് ഞാൻ എന്തോരം ഇടുന്നുണ്ട് എന്നുള്ളത്. ഞാനൊരു മിറർ എടുക്കട്ടെ. ഇതിൽ മിറർ ഉണ്ടല്ലോ. ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ലിപ്സ് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുക്കും. കാരണം ആ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ലിപ്സിൽ കാണും. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ച ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ന്യൂഡ് കളേഴ്സ് ഇഷ്ടപ്പെട്ടു പോയി വാങ്ങിയതാണ്. പക്ഷേ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് വേറെ കളറാണെന്ന് മനസ്സിലായി. പക്ഷേ എനിക്കിതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡ്രസ്സ് ചെയ്തിട്ട് വരാം, കാരണം അധികം സംസാരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുള്ളൂ. നമ്മൾ വെറുതെ വേസ്റ്റ് ആയിട്ട് റെഡി ആവുള്ളൂ, പോയിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിക്കാം. കാരണം എവിടെ നിന്നോണ്ട് എനിക്ക് ഫുൾ കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വൈകാതെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഓൾറെഡി തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് വീഡിയോ എടുത്തോണ്ട് നമ്മൾ റെഡി ആയാലുള്ള പ്രശ്നം. അപ്പോൾ നമുക്ക് പോവാം, കുറച്ച് വെള്ളം കൂടെ കുടിക്കാം. അപ്പോൾ ഔട്ട്ഫിറ്റ് ഇതാ വന്നിട്ട് ഇതാണ്. ഞാനിത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പിക്ക് കണ്ടിട്ട് അതുപോലെ സ്റ്റൈൽ ചെയ്താണ്. എനിക്കാണെങ്കിൽ ആ പിക്കിലുള്ള എല്ലാ സെയിം ഔട്ട്ഫിറ്റ്സ് കാര്യങ്ങളെല്ലാം എനിക്ക് കറക്റ്റ്. ഞാൻ താമസിക്കുന്ന പ്രോപ്പർ ഒരു സിറ്റി സെന്ററിലാണ്. നമുക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ ഷോപ്പിങ്ങിനുള്ള ഫെസിലിറ്റിയൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തിരിച്ചു പോയിട്ട് സൺഗ്ലാസ് എടുത്തു. കാരണം ഭയങ്കര ലൈറ്റ്, ഒരു രക്ഷയില്ല. എനിക്കാണ് ഓൾറെഡി വീഡിയോ എടുക്കാൻ നേരം ഇങ്ങനെ ഫോണിൽ തന്നെ നോക്കിയിട്ട് ഒന്നും കാണത്തില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഒരു ഓർഡറിൽ പോകാം. എനിക്ക് വാങ്ങേണ്ടത് ചോക്ലേറ്റ്സ്, പിന്നെ കുറച്ച് കോസ്മെറ്റിക് പ്രൊഡക്ട്സുകൾ, ബോഡി ക്രീം, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ അമ്മയ്ക്കൊരു ബാഗ് വാങ്ങണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗാലറിയിലേക്ക് പോകാം. കാരണം ഗാലറി 7 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. എനിക്ക് തോന്നുന്നു DM മ്യൂള്ളറൊക്കെ ഒരു 8 വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് ഒരുപാട് റഷ് ചെയ്ത് എടുക്കണ്ട, സാധാരണ സ്ലോലി തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. അതിൻ്റെ ചോക്ലേറ്റ്സ് നമുക്ക് ലാസ്റ്റ് വാങ്ങാം. ഞാൻ വിചാരിക്കുന്ന ലിഡിലോ പെനിയിലോ അല്ലെങ്കിൽ കൗഫ്ലാൻഡിലോ അവിടെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗാലറിയിൽ പോയിട്ട് ഈ ഒരു വാലന്റീനോടെ ബാഗാണ് നോക്കുന്നത്. കാരണം വാലന്റീനൊക്കെ നല്ല ബാഗിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗാലറിയിലേക്ക് പോകാം. അപ്പോൾ ബാഗിൻ്റെ കളക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് നല്ല ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇതാണ് വാലന്റീനോടെ ബാഗ് വരുന്നത്. എനിക്ക് അത്യാവശ്യം അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ആവശ്യത്തിലധികം ബാഗുകളുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും പറയും എനിക്കൊരു ബാഗ് വേണം, എനിക്കൊരു ബാഗ് വാങ്ങണം ഇങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്കൊരു നല്ല ബാഗ് വാങ്ങാം.
കാരണം ലാസ്റ്റ് പ്രാവശ്യം മീൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് 2 ബാഗ് വാങ്ങി കൊടുത്തതാണ്. അപ്പോൾ അത് പക്ഷേ ഈ പറയുന്ന പോലെ ചെറിയ എന്താ പറയുക, നമ്മുടെ ഹാൻഡ് ക്യാരി ബാഗല്ല, സൈഡ് ബാഗില്ലേ, അതാണ്. അപ്പോൾ അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ എടുക്കണമെങ്കിൽ തികയാറില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് വലിയൊരു ഞാനൊരു അത്യാവശ്യം എൻ്റെ കയ്യിലിരിക്കുന്ന പക്ഷേ ഏകദേശം ഇത്ര സൈസ് വരുന്നൊരു ബാഗ് നമുക്ക് നോക്കാം. ഗൈസ്, എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടൊരു ബാഗാണ് ഇത്. ഞാൻ വിചാരിച്ചത്ര സൈസും ഉണ്ട്. പക്ഷേ ഇത് വാലന്റീനോ അല്ല, LKT എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ജർമ്മൻ ബ്രാൻഡായിരിക്കും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിതാ ഈ ഒരു ബാഗും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കറിയില്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, ഇത് വാങ്ങണോ എന്നുള്ളത്. ഗൈസ്, അതിൻ്റെ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടോ, ഈ വാലന്റീനോക്കാളും കളക്ഷൻ ഞാൻ ഈ എൽക്രെഡി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കണ്ടു. എനിക്കറിയില്ല ഇത് ആക്ച്വലി അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസിയേഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. എൽക്രെഡി എന്നാണ് ഞാൻ കണ്ടത്. ഇതിൻ്റെ തന്നെ ഇതുപോലെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട്. ഇരിക്കുന്നതൊക്കെ വലിയ ഹ്യൂജ് ബാഗിൻ്റെ കളക്ഷനാണ്. ഇത് വന്നിട്ട് സിൽവർ, ഇതതിൻ്റെ സെയിം ഗോൾഡാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടൊരു ബേജ് ഇരിക്കുന്നത്. ഗൈസ്, ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ഇതിൽ രണ്ടിൽ ഏത് വാങ്ങുമെന്നുള്ളത്. ഇത് ഭയങ്കര കുറച്ച് സിമ്പിളായിപ്പോയില്ല. ഞാൻ ഗോൾഡാണ് വാങ്ങുന്നത്, കാരണം ഗോൾഡിനാണെങ്കിൽ ഒരു ലക്ഷറിയസ് ഫീലില്ലേ. ഇതാണെങ്കിൽ കുറച്ചൊരു അത്ര ഓവർ ഹെവി അല്ല, പക്ഷെ കൊള്ളാം, കണ്ടാൽ ഒരു നല്ലൊരു ഗ്രാൻഡ് ഫീൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വാങ്ങിയാലോ. ഞാനിപ്പോൾ ഇതെടുക്കാൻ പോവാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഇവിടെ കൊളാജൻ പൗഡേഴ്സ് വന്നിട്ടുണ്ട്, കൊളാജൻ പൗഡറുണ്ട്, അതുപോലെ കൊളാജൻ ക്യാപ്സുൾസ് വന്നിട്ടുണ്ട്. ഞാൻ ഡെയിലി കൊളാജൻ സപ്ലിമെൻ്റാണ് എടുക്കുന്നത്, ടാബ്ലറ്റ് പോലത്തേത്. പക്ഷേ എനിക്കിതിൻ്റെ പൗഡർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പൗഡർ ഞാൻ പണ്ട് DM നിന്ന് വാങ്ങി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ പ്ലാനിന് സെലക്ഷന് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇറ്റാലിയയുടെ ബാഗ് കിടക്കുന്നു. അതായത് 169 യൂറോസാണ് ഈ ബാഗിന് വരുന്നത്. എനിക്ക് പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ലൊരു ക്ലാസി ലുക്ക്. അതിൻ്റെ തന്നെ ഇത് കുറച്ചുകൂടി ചെറുതാണ്, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വാങ്ങിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യം പറയാലോ, ആകെ ഫുൾ കൺഫ്യൂഷനായി. കുറച്ചുകൂടി എനിക്ക് ബ്ലാക്ക് കളറാണ് ഞാൻ നോക്കി നടന്നത്. ഇപ്പം ഇങ്ങോട്ട് ഞാൻ കുറച്ചിങ്ങ് വന്നപ്പോൾ ഇവിടെ ബ്ലാക്ക് ഇരിക്കുന്നു. അപ്പോൾ ഇത് 2 പാറ്റേൺ ആണ് വരുന്നത്, ഒന്നിതും. ഇതൊരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഈ പാറ്റേൺ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇത് വാങ്ങാം എന്നുള്ളത്. നമുക്ക് ഇതെടുക്കാം. ഇനി കൂടുതൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ ഫുൾ കോംപ്ലിക്കേറ്റഡ് ആവും. ഗൈസ്, നിങ്ങൾ മസ്റ്റായിട്ടും ഗാലറിയിൽ വിസിറ്റ് ചെയ്യണം. കാരണം ഇവിടെ ഇപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട്. ഇവരുടെ ബാഗിൻ്റെ കളക്ഷൻസ് നോക്ക്. ഇതാണ് ഗബ്രിയേല ഫിലിപ്പി എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇത് ഞാൻ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ എനിക്ക് നോക്കിയാൽ ഈ ഒരു ലെതർ ടെക്സ്റ്റൈഡ് വരുന്ന ബാഗ് എന്തൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ ചെറിയ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാൻ പറ്റിയ ഷോപ്പിംഗ് ബാഗ്സുകളുണ്ട്. ഞാൻ എന്തായാലും ഇനി വേറെ ഒന്നും എടുക്കുന്നില്ല. ഞാൻ കൂടുതൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ കൺഫ്യൂസ്ഡ് ആയി പോവും. കാരണം നമുക്ക് സെലക്ഷൻസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗാലറിയിൽ വന്നിട്ട് ഇത്രയും സെലക്ഷൻ കാണുന്നത്. ഈ ബാഗിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് ഇതിൻ്റെ ബാഗ് കവർ ചെയ്യാനുള്ള സംഭവം വരുന്നുണ്ട്. നമുക്ക് അമ്മയ്ക്ക് അങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് റിയാക്ഷൻ എന്തായിരിക്കും എന്നറിയോ? ആദ്യം ഇതിൻ്റെ വില അന്വേഷിക്കും, എന്നിട്ട് ഈ ബാഗ് തുറന്നു വെക്കും. എന്നിട്ട് ഇതിൻ്റെ വില കണ്ടു കഴിയുമ്പോഴത്തേക്കും പറയും, അയ്യോ ഇത്ര വിലയുടെ ഒന്നും വേണ്ടായിരുന്നു എന്ന്. പക്ഷെ ഉള്ളിൽ സന്തോഷിക്കായിരിക്കും. ഗൈസ്, ഇനി നമുക്ക് DM-ലോ അല്ലെങ്കിൽ മ്യൂളറിലോ പോകാം. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ DM ആണ്. കാരണം എനിക്കറിയാം അവിടെ ഓരോ സാധനങ്ങളും എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് അവിടെ പോയിട്ട് ഈ പ്രാവശ്യം ഞാൻ അധികം സാധനങ്ങൾ വാങ്ങുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ വാങ്ങി കൊണ്ടുപോയ സാധനങ്ങൾ ഇപ്പോഴും പൊട്ടിക്കാണ്ട് അവിടെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ബോഡി ക്രീം വാങ്ങുന്നത് വേർത്താണ്. കാരണം നമ്മൾ അതവർ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബോഡി ക്രീം അത്യാവശ്യം യൂസ്ഫുള്ളാണ്. പക്ഷേ ഈ പറയുന്ന ഷാമ്പൂ, അതുപോലെ ഷവർ ജെല്ല്, ഇതൊക്കെ ഇപ്പോഴും അവിടെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവന്നതിലെല്ലാം ജർമ്മനല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്കിത് വായിച്ചാലൊട്ടും മനസ്സിലാകത്തില്ല. എന്നിട്ട് എന്നോട് എപ്പോഴും പറയും, എടി നീ വരുമ്പോൾ ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് എഴുതി വെച്ചിട്ട് പോകണം ഏതെന്താണ് എന്നുള്ളതെന്ന്. അപ്പോൾ എന്നോട് ഇപ്രാവശ്യം പറഞ്ഞു അധികം ഷവർ ജെല്ല് കാര്യങ്ങളൊന്നും വാങ്ങണ്ട, കാരണം കൊണ്ടുവന്നതൊക്കെ എപ്പോഴും പൊട്ടിക്കാതെ ഇരിക്കുകയാണെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ പറയുന്ന പോലെ വാരി വലിച്ച് നാട്ടുകാർക്കും ബന്ധുക്കാർക്കും ഒന്നും ഞാൻ വാങ്ങുന്നില്ല. എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. എന്തിനാണ്? വേസ്റ്റ് ഓഫ് മണി. എന്തിനാണ്? ഒരാവശ്യമില്ല.
അപ്പോൾ നമുക്ക് DM-ലേക്ക് പോവാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം DM-ൽ ഓരോ സാധനങ്ങളും സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ദാ ഈ ഫേഷ്യൽ, അതുപോലെ നമ്മുടെ ആൻറ്റി പിമ്പിൾ പാച്ചസ് ഒക്കെ ഇരിക്കുന്നിടത്തു നിന്ന് ഞാൻ എപ്പോഴും വാങ്ങുന്നൊരു പിമ്പിൾ പാച്ചാണിത്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ, ഹൈലി എഫക്റ്റീവുമാണ്. പിന്നെ ഞാൻ ദേ ഒരു ഷീറ്റ് മാസ്ക് വാങ്ങിച്ചു അലോവേരയുടെ. ഞാൻ എപ്പോൾ പോകുമ്പോഴും ഇതുപോലത്തെ ഓരോ ഷീറ്റ് മാസ്കോ അല്ലെങ്കിൽ ഫേഷ്യൽ മാസ്കുകൾ ഇങ്ങനെ ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞ് എടുത്തത് വിറ്റാമിൻ സി സെറാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഗീക്ക് ആൻഡ് ഗോർജിയസ് എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെയാണ്. ഇത് ഞാൻ ഒരു വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വിറ്റാമിൻ സി സെറാണ്. ഞാൻ എൻ്റെ അതായത് ChatGPT-യിലെ ഹൈപ്പർ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട ഒരു ബ്രാൻഡാണ്. ഉപയോഗിച്ചിടത്തോളം നല്ലതാണ്. ഈ DM-ന് ഇപ്പോൾ കുറേ നാളായിട്ട് കുറേ കൊറിയൻ ബ്രാൻഡ്സുകൾ, അതായത് അനുവയുടെ പ്രൊഡക്ട്സുകൾ, പിന്നെ അതുപോലെ തന്നെ സ്നെയിൽ മ്യൂസിൻ, കോസറാക്സിൻ്റെ ഒക്കെ ഇപ്പം DM-ൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് അവർ സോർട്ട് ചെയ്തേക്കുന്ന രീതി, നോ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ബ്രാൻഡൊക്കെ പുതിയതായിട്ട് ഇപ്പം DM-ൽ വന്നതാണ്. ഇതൊരു ബോഡി ബട്ടറാണ്. ഞാൻ ഡവിൻ്റെ ആണ് എടുത്തത്. സത്യം പറഞ്ഞാൽ ഡവിനേക്കാളും നല്ല അതായത് നല്ല ഫ്രാഗ്രൻസ് ഉള്ള പ്രൊഡക്ട്സുകളുണ്ടോ. മാസ്ക് അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യുന്നതാണ്. അപ്പം അത് വാങ്ങുന്നതിൽ നഷ്ടമില്ല. പിന്നെ എനിക്കും വാങ്ങണം. എൻ്റെ ഹെയർ മാസ്ക് ആയാലും തീർന്നു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഏത് വാങ്ങുമെന്നാണ്. എനിക്കൊരു പർപ്പിൾ ഷാമ്പു ആവശ്യമാണ് നാട്ടിൽ പോകാനായിട്ട്. കാരണം എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന കെറാസ്റ്റാസി ആണല്ലോ. അപ്പോൾ അത് തീർന്നിട്ടില്ല. എന്നാലും ഞാനൊരു തീർന്നാൽ ഇൻ കേസ് അതിനുവേണ്ടി ഞാൻ ഒരു പർപ്പിൾ ഷാമ്പു കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഈ ലോറിയലിൻ്റെ പർപ്പിൾ ഷാമ്പു ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. വീട്ടിലേക്ക് ഞാൻ പൊതുവേ വാങ്ങുന്നത് ഈ ലോറിയലിൻ്റെ ഡ്രീം ലെങ്ത് ആണ്. നല്ല ഷാമ്പു കേട്ടോ ലോറിയലിൻ്റെ. പിന്നെ അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഒരു ഹെയർ മാസ്ക് കൂടി എടുക്കാം. ലോറിയൽ കേൾസ് ഡ്രീം ലെങ്ത്. ഇതിന് പുതിയ പാക്കേജ് വന്നല്ലോ ഡ്രീം ലെങ്ത്തിൻ്റെ. Hair and fiber complex long and within this hair. Guys, ഇത് ബല എന്ന് പറയുന്ന DM-ൻ്റെ പ്രൊഡക്റ്റാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്. ഭയങ്കര അഫോർഡബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അടിപൊളി പ്രൊഡക്ട്സാണ് കേട്ടോ. അഫോർഡബിൾ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചീപ്പ് പ്രൊഡക്ട്സുകളല്ല ഇവരുടെ. ഇത് നല്ല കുറേ പ്രൊഡക്ട്സുകളുണ്ട് ഇവർക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കെരാറ്റിൻ റിപ്പയർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ്. നമുക്ക് ഇതൂടെ വാങ്ങാം. ഞാനിപ്പോൾ മ്യുള്ളറി വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നുള്ളത്. ആയിട്ട് വന്നോ കൈസ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളത് എനിക്കറിയില്ല. എനിക്കൊരു മോയ്സ്ചറൈസർ, നൈറ്റ് മോയ്സ്ചറൈസർ വാങ്ങണം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ബ്യൂട്ടി ഓഫ് ചോയ്സിൻ്റെ പ്രൊഡക്ട്സ് നമുക്ക് മ്യുള്ളറി കിട്ടും. അപ്പോൾ അത് നോക്കാനാണ് ഞാൻ വന്നത്. കൈസ്, ഒരൊറ്റ സോക്സിനും എനിക്ക് പെയറില്ല. കഴുകാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സോക്സിനും പെയറില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു 2 പെയർ സോക്സ് കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. ഈ സെയിം സോക്സ് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്, പക്ഷെ ഇതിൻ്റെ പെയർ കാണുന്നില്ല. ഇനിയിപ്പോൾ അതെങ്ങാനും കിട്ടിയാലോ. ഇത് വാങ്ങിച്ചുകൊണ്ട് ചെന്ന് കഴിയുമ്പോഴായിരിക്കും മിക്കവാറും എനിക്ക് അതിൻ്റെ പെയർ കിട്ടുന്നത്. നമുക്ക് ടോമിയുടെ തന്നെ വേറെ, എനിക്കാണ് വൈറ്റ് സോക്സാണ് കാര്യം ഇഷ്ടം. എനിക്ക് ബ്ലാക്ക് ബ്ലൂ അതിനേക്കാളും കൂടുതൽ ഇഷ്ടം കാര്യം വൈറ്റാണ്. കാരണം ഇപ്പം ഇനി ഞാൻ ലോങ് സോക്സാണല്ലോ വർക്കിന് പോകുമ്പോഴും ഇടുന്നത്. ഇപ്പം ഇനി എന്താ വലിയ കാര്യമായിട്ട് ഇനി
അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളൊരു സെക്ഷൻ എല്ലാം വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ വാങ്ങാനുള്ളത് ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആക്കാതെ ഞാനിവിടെ ബില്ല് ചെയ്തിട്ട് ഇറങ്ങട്ടെ. ഈ ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞുള്ള ആകെ മൊത്തം കൺഫ്യൂഷനാണ്. മുന്നോട്ടാണോ പോകേണ്ടത് പുറകോട്ടാണോ പോകേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇത് കറക്റ്റ് നമ്മൾ എവിടെയാണ് വന്ന് ഇറങ്ങിയെന്നുള്ളത്. ഞാൻ ഇനി എനിക്ക് വാങ്ങാനുള്ളത് ഒരു ബോഡി ഓയിലാണ്. അതായത് നമ്മൾ ബോഡി ഹെയർ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ സ്ട്രോബെറി സ്കിൻ കിട്ടുന്നു. അപ്പോൾ അതിന് നമ്മൾ ബോഡി ഓയിൽ അങ്ങനെ ഹെയർ റിമൂവ് ചെയ്ത ഉടനെ തന്നെ തേക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ആണ് ഏറ്റവും നല്ല ബോഡി ഓയിൽ. അത് ഭയങ്കര ഒരു എന്താ പറയുക, പിന്നെ അതുപോലെ ഈ ബേബീസിനൊക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് അത്ര ഹാഷായിരിക്കില്ല. പക്ഷെ ഇവിടെ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ പ്രോഡക്റ്റ്സ് കാണാനില്ല. നമുക്ക് ഈ മ്യുള്ളറിൽ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം. ഇവിടെ നമുക്കൊരു സെക്ഷനുണ്ട് കുറേ ബയോ പ്രൊഡക്ട്സുകൾ, ആയുർവേദിക്, അങ്ങനെ നല്ല ബയോ പ്രൊഡക്ട്സുകളുടെ. ഇവിടെ ഇങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടതാണ് ഇതാ ഒരു റോസ്മേരി ഷാംപൂ, ഫൈൻ ഹെയർ എന്ന് പറയും. എന്താണ് പ്രൊഡക്റ്റ്? നോർഡിക് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ റോസ്മേരി ഓയിലും പോട്ടെ, റോസ്മേരി ഷാംപൂ. അതിന് തന്നെ കണ്ടീഷണറുണ്ട്, പിന്നെ ടീ ട്രീ ഷാംപൂ ഉണ്ട്. ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. €12 അത്രയൊക്കെ കാണിക്കുന്നുള്ളൂ. ഇൻഡൻസ് മോയ്സ്ചർ ഷാംപൂ. ഈ നോർഡിക് ബ്യൂട്ടിയുടെ തന്നെ ഒരുപാട് പ്രൊഡക്ട്സുകൾ കാണിക്കുന്നുണ്ട്. ഒരു മാംഗോ മാച്ച എന്നാണ് പറയുന്നത്. മാംഗോയുടെ സ്മെല്ലാണ്, പക്ഷെ ഒരു നല്ല കാം സ്മെല്ലാണ്. നല്ല കാം സ്മെല്ലാണ്. ഇത് വന്നിട്ട് ബ്ലൂബെറി നോക്കട്ടെ. ഇതൊരുമാതിരി പഴുത്തമാണ്. എനിക്കിതാണ് ഇഷ്ടപ്പെട്ട ഗൈസ്. എന്താ പൊടി കുറിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കി എന്ത് നല്ല ക്ലൈമറ്റ് ആണെന്നറിയാം. ഇപ്പോൾ സമയം 7:45. ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത് തന്നെ. കാരണം നല്ല ഇപ്പോൾ ഈ ഒരു വൈകുന്നേര സമയമാകുമ്പോഴത്തേക്കും വെയിലെല്ലാം കുറയും, നല്ല ക്ലൈമറ്റ് ആവും. ഓക്കെ, എന്ത് ഭംഗിയാണ് കാണാൻ. ഞാനിപ്പോൾ ഇനി വന്നു. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ച് പരിപാടി അവസാനിപ്പിക്കാം. അപ്പം നാട്ടിൽ പോയാൽ മെയിനായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് ഫെറേറോ ആണ്. കാരണം അത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. പിന്നെ വീട്ടിൽ അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫെറേറോടെ ഞാൻ കഴിക്കുന്ന ചോക്ലേറ്റ്സുകളിൽ ഞാൻ അധികം ചോക്ലേറ്റ്സ് കഴിക്കുന്നതല്ല, പക്ഷെ കഴിക്കുന്നതിൽ എനിക്കിഷ്ടമുള്ളതാണ് ഇതുപോലെ ഫെറേറോ. പിന്നെ അതുപോലെ നട്ട്സ് വരുന്നത്. പിന്നെ ഞാൻ റഫെല്ലോ വാങ്ങാറുണ്ട്. കണ്ടോ ഇതുപോലെ റഫെല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ചോക്ലേറ്റാണ് കേട്ടോ. ഈ ക്യോട്ടോയുടെ അടിപൊളി ചോക്ലേറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണ് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ചോക്ലേറ്റ്സും വാങ്ങിച്ച് ഇന്നത്തെ ഈ ഷോപ്പിംഗ് പരിപാടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര ഫുൾ ഓൺ പവറിലാണ് ഞാൻ വീഡിയോ തുടങ്ങുന്നതെന്നറിയോ. ടൈം എടുത്ത് വീണ്ടും റീടേക്കൊക്കെ എടുത്ത് അങ്ങനെ. പക്ഷെ വീഡിയോ അവസാനിക്കാറാകുമ്പോഴത്തേക്കും ഞാൻ വല്ലാണ്ട് എക്സോസ്റ്റഡ് ആവും. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോ എടുത്ത് അവസാനിപ്പിച്ചാൽ മതിയെന്നേ ഉള്ളൂ. അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ മടുത്ത് ഗൈസ്. ഇപ്പോൾ ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട് സമയം. കണ്ടില്ലേ ലൈറ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 8:30 9 o'clock വരെ നമുക്ക് ഇതുപോലെ ഡേ ലൈറ്റ് കിട്ടും. അത് ഓർത്താൽ നല്ല കാര്യമാണ്. കാരണം വിൻ്റർ ആയി കഴിഞ്ഞുണ്ടല്ലോ, ഉച്ചയാകുമ്പോഴത്തേക്കും തന്നെ നല്ല അത്യാവശ്യം ലൈറ്റ് കുറയാൻ തുടങ്ങും. നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മൈ വീഡിയോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാം. ഇനി മേ ബി വരാൻ പോകുന്ന നാട്ടിലെ വ്ളോഗുകളൊക്കെ ആയിരിക്കും, എനിക്ക് അറിയില്ല. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വരാൻ ട്രൈ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.